മഹേഷ് പണിക്കർ, ശില്പി മഹേഷ് പണിക്കർ ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ പ്രതികരിക്കാൻ. ശ്രീ മഹേഷ്, ഇപ്പോൾ തന്ത്രിമാരുടെ മൊഴിയെടുക്കുന്നതിലേക്ക് കൂടി കാര്യങ്ങൾ പോയിരിക്കുന്നു. അതിനുശേഷം പത്മകുമാറിന്റെ മൊഴിയിൽ തന്ത്രിമാരുടെ അവിടുത്തെ സ്വാധീനത്തെക്കുറിച്ച് ഉദ്യോഗസ്ഥരും തന്ത്രിമാരും ചേർന്നുള്ള കൂട്ടുകെട്ട് എന്നുള്ള മൊഴിയൊക്കെ വന്നായിട്ടുള്ള വിവരങ്ങൾ വരികയാണ്. അതിനിടയ്ക്കാണ് ഇപ്പോൾ ഈ അഷ്ടദിക്പാലകരെ കാണാനില്ല, ആ വിഗ്രഹം കാണാനില്ല എന്നൊരു വിവരം കൂടി പുറത്തു വരുന്നത്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട അങ്ങേക്കുള്ള അറിവ്? അതെ, അത് നമ്മുടെ വാജിവാഹനവും അഷ്ടദിക്പാലകരും ഒരേപോലത്തെ സംഭവങ്ങളാണ്. അതായത് കൊടിമരത്തിനെ സംബന്ധിച്ച് അതിനകത്തുള്ള രണ്ട് ടൈപ്പ് വിഗ്രഹങ്ങളാണ്. വാജിവാഹനം കൊടിമരത്തിന്റെ മേളിൽ വരുന്നതും അഷ്ടദിക്പാലകര് അഗ്നിവരണൻ എന്നൊക്കെ പറയുന്ന ദേവത തന്നെയാണ്. അവർക്ക് ഹവിസും ഒക്കെയുള്ള നമ്മുടെ ദേവചൈതന്യമുള്ള ഒരു സംഭവമാണ്. അതും വാല്യുബിൾ ആയിട്ടുള്ള സംഭവമാണ്, അതും പുരാതനമാണ്. പക്ഷെ അതിനെക്കുറിച്ചിട്ട് അദ്ദേഹം പറയുന്നില്ല. അതും അദ്ദേഹം തന്നെ കൊണ്ടുപോയതാണ്. പക്ഷെ അത് തിരിച്ചു കൊടുക്കുന്നതിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടില്ല. വാജിവാഹനം മാത്രമേ തിരിച്ചു കൊടുക്കാൻ ഞാൻ സന്നദ്ധ, എനിക്ക് തിരിച്ചു എടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുള്ളൂ. അപ്പം അത് എപ്പോഴാണ് മാറ്റിയത്? അതൊക്കെ പുതിയ കൊടിമരം പണിതപ്പോഴാണ് ഇവരത് മാറ്റിയിട്ടുള്ളത്. അതായത് ഇത് മാറ്റേണ്ട ആവശ്യമില്ലായിരുന്നു. ഞാൻ മുമ്പ് ഇതിനകത്തും പറഞ്ഞില്ല, ഇത് മാറ്റേണ്ട ഒരാവശ്യവും ഇല്ല. കൊടിമരം മൊത്തത്തിൽ മാറ്റേണ്ട കാര്യമില്ല. ഇതൊക്കെ തട്ടിപ്പറിക്കാൻ വേണ്ടിയാണ് ഇവർ കൊള്ള നടത്താൻ വേണ്ടിയാണ് കൊടിമരം. ഒരു പരപ്പനങ്ങാടി ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞിട്ട് ഒരു ആളിനെ വെച്ചിട്ട് ദേവപ്രശ്നം നടത്തി ഇത് മാറ്റാനായിട്ട് തീരുമാനമെടുക്കുകയാണ്. ഒരു കോൺക്രീറ്റ് കൊടിമരത്തിൽ ഉറുമ്പരിച്ചു എന്ന് പറഞ്ഞിട്ടാണ് അവരത് മാറ്റുന്നത്. ഐസ് കട്ടയിൽ തീ കത്തി എന്ന് പറയുന്ന പോലത്തെ പച്ചക്കള്ളമാണത്. കാര്യം അങ്ങനെ ഒരു കോൺക്രീറ്റ് എങ്ങനെയാണ് ഉറുമ്പരിക്കുക? അപ്പം അങ്ങനെ ഒരു സാധനം പറഞ്ഞിട്ടാണ് ഇവരിത് മാറ്റുന്നത് തന്നെ. അപ്പൊ അതിനകത്ത് തന്നെ ഈ ഒരു വലിയൊരു സാധനത്തിന്റെ വാല്യൂ ഉള്ള ഒരു സാധനങ്ങൾ അടിച്ചു മാറ്റാൻ വേണ്ടി തന്നെയാണ്. എന്തോ അയ്യപ്പന്റെ കാരുണ്യം കൊണ്ട് അദ്ദേഹം വാജിവാഹനം ഉണ്ടെന്ന് പറയുന്നു. പക്ഷെ അതും നമുക്ക് വിശ്വാസയോഗ്യമല്ല. ഇപ്പോൾ താൽക്കാലികമായിട്ടൊരെണ്ണം ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ ഉണ്ടാക്കിയവരെ കൊണ്ടൊരെണ്ണം ഉണ്ടാക്കിച്ചിട്ട് അത് വേണമെങ്കിൽ അവർക്ക് അദ്ദേഹത്തിന് തരാൻ പറ്റുമല്ലോ. അപ്പോൾ പഴയതിന്റെ ആ വാല്യൂ അവിടെ വരുന്നില്ലല്ലോ, അത് വിറ്റിട്ടുണ്ടാകും. അങ്ങനെയാണെങ്കിൽ അഷ്ടദിക്പാലകർ അങ്ങനെ ഉണ്ടാകും. മാത്രമല്ല ഈ വാജിവാഹനവും അഷ്ടദിക്കും വാർത്തതിനകത്ത് ഗുരുതരമായ ക്രമക്കേടുണ്ട്. കാര്യം ഏകദേശം 10 കിലോളം സ്വർണ്ണം ഇവരിത് വാർക്കാനായിട്ട് മേടിച്ചിട്ടുണ്ട്. ഭക്തജന സമൂഹങ്ങളെല്ലാം അതിനകത്ത് കൊണ്ട് സ്വർണം നിക്ഷേപിച്ചിട്ടുണ്ട്. അതിന്റെ എംബുക്ക് എടുക്കണം. അതിന്റെ എംബുക്ക് എടുത്താൽ മനസ്സിലാകും അത് ആദ്യം വാർക്കുന്നതിന് മുമ്പും വാർത്ത കഴിഞ്ഞുള്ള തൂക്കം രേഖപ്പെടുത്തിയിട്ടുണ്ടോ, അതിനകത്ത് എത്ര കിലോ സ്വർണം വന്നിട്ടുണ്ട് എന്നൊക്കെ ഉള്ളത് പരിശോധിക്കണം. അത് വളരെ ഇതിനെക്കാട്ടിലും നമ്മളിപ്പോൾ ഈ ചെറിയ മഞ്ഞുമലയുടെ അറ്റമാണ് ഈ നമ്മുടെ ദ്വാരപാലക പാളി എന്ന് പറയുന്നത്. കാര്യം അതിനെക്കാട്ടിലൊക്കെ വലിയ കൊള്ള. അതായത് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് നമ്മൾ ഈ പറയുന്ന പത്മകുമാറിന്റെ ഒന്നും കാലത്തല്ല, അതിന് മുമ്പുള്ള ദേവസ്വം ബോർഡ് പ്രസിഡന്റിലേക്കും അതിന് മുമ്പുള്ള ബോർഡുകളിലേക്കും ഒക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ 2007 എത്തിയത് മുതൽ നടന്നിട്ടുള്ള സകല കൊള്ളയും, ഒരുപാട് കൊള്ളയുണ്ട്. ആ മണിയുണ്ട്. ഇതെല്ലാം പുറത്തു വരണം. ഇതെല്ലാം പുറത്തു വരാനായിട്ട് അയ്യപ്പനായിട്ട് നിശ്ചയിച്ചുറപ്പിച്ചിട്ടാണ് ഇവർ ധാരപാല വിഗ്രഹത്തിൽ അയ്യപ്പന്റെ ചീഫ് ഗാർഡ്സിൽ ഇവർ കയറി കൈവച്ചപ്പോഴാണ് ഇപ്പം ഈ പറയുന്ന ഒരു ചന്ദ്രഗ്രഹണ ദിവസം ഇവർ കൈവച്ചുകൊണ്ടാണ് ഇതെല്ലാം പുറത്തു വരുന്നത്. അപ്പൊ എല്ലാം വരട്ടെ, എല്ലാ അന്വേഷണങ്ങളും അതിന്റെ രീതിയിൽ തന്നെ നടക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാര്യം ഈ പറയുന്ന അഷ്ടദിക്പാലകർക്ക് അത്രമാത്രം വാല്യൂ ഉണ്ട്. ആ വാജിവാഹനോ അഷ്ടദിക്പാലകരെന്നും പറഞ്ഞാൽ കൊടിമരമായിട്ട് ബന്ധപ്പെട്ട വളരെ വലിയ വിലയുള്ളതാണ്. അത് അദ്ദേഹം തിരിച്ചു തരാമെന്ന് പറയുന്നത് തന്നെ ഒരു കള്ളത്തരമാണ്. കാര്യം അത് പുതിയൊരെണ്ണം ഉണ്ടാക്കി തരാനുള്ള ഒരു പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാര്യം അത് പഴയത് അങ്ങനെയാണെങ്കിൽ അദ്ദേഹം അതിന് മുമ്പേ പറയണമായിരുന്നു. പിന്നെ ശബരിമല ക്ഷേത്രത്തിൽ നിന്ന് ഒരു സാധനവും പുറത്തേക്ക് പോകാൻ പാടില്ല എന്നൊരു നിയമം തന്നെ ഉണ്ട്. എന്നിട്ട് ഇതൊക്കെ എങ്ങനെ അദ്ദേഹത്തിന് കൊണ്ടുപോകാൻ പറ്റി? അദ്ദേഹത്തിന് അവിടെ ഒരു ഓഫീസുണ്ട്, അദ്ദേഹത്തിന് അവിടെ ഒരു റൂമുണ്ട്, കുളിമുറിയും കക്കൂസും ഒക്കെ ഉൾപ്പെടെയുള്ള അവിടെ എത്ര ദിവസം വേണമെങ്കിലും താമസിക്കാൻ കുറേ പേർക്ക് അവരുടെ കൂട്ടാളികൾക്കെല്ലാം താമസിക്കാനുള്ള ഒരു സജ്ജീകരണം തന്നെ സന്നിധാനത്ത് അയ്യപ്പനോട് ചേർന്നുണ്ട്. ലോകത്ത് ഒരു ക്ഷേത്രത്തിലും അങ്ങനെ ഇല്ല. കുളിമുറിയും കക്കൂസും ഒക്കെ ക്ഷേത്രത്തിന്റെ സന്നിധി തന്നെ വരിക, അവരവിടെ താമസിക്കുക. മറ്റൊരു കോമ്പൗണ്ടിലാണെങ്കിൽ കുഴപ്പമില്ല. അപ്പം അദ്ദേഹത്തിന് ഈ വാജിവാഹനം അദ്ദേഹത്തിന് എടുത്തിട്ട് അദ്ദേഹത്തിന് ഇപ്പൊ സ്വന്തമാക്കണമെന്നുണ്ടെങ്കിൽ തന്നെ അവിടെ വെക്കാമല്ലോ. അവിടെ വെച്ച് കഴിഞ്ഞാൽ അയ്യനെ അദ്ദേഹത്തിനും കാണാം. അദ്ദേഹത്തിൻ്റെതായി അവിടെ ഗാർഡുണ്ട്, അവിടെ ക്യാമറയുണ്ട്, അവിടെ യാതൊരു തരത്തിൽ അവിടെ നിന്നൊരു സാധനം മോഷണം പോകത്തില്ല. പക്ഷെ എന്തിനാ അദ്ദേഹം അത് വീട്ടിൽ കൊണ്ടുപോയി? ശബരിമലയുടെ ബേസിസിൽ നിന്ന് ഒരു സാധനം കൊണ്ടുപോകാൻ പറ്റാത്തൊരു നിയമം ഉള്ളപ്പോഴത്തേക്ക് ആ നിയമം ആദ്യമായിട്ട് അദ്ദേഹമാണ് ലംഘിച്ചത്. കാര്യം അതൊരു ശരിക്കും നമ്മൾ ഇത് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അദ്ദേഹത്തിന് സ്വന്തമാക്കണമെങ്കിൽ അവിടെ വെക്കാം, അദ്ദേഹത്തിന്റെ കസ്റ്റഡി വെക്കാതെ. പക്ഷെ അത് വെച്ചാലും അത് അങ്ങനെ അന്നത്തെ കൊടുത്തിരിക്കുന്ന നമ്മുടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റുകളെയും ആ ഭരണസമിതികളെയും ഈ 2007 മുതൽ വന്നിട്ടുള്ള എല്ലാ ഭരണസമിതികളെയും ഇതിനകത്ത് ഈ ഇത്തരം മണി, പഴയ 18-ാം പടി, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പരിശോധിക്കേണ്ടതാണ്. ശരി, ദ്വാരപാലക ശില്പങ്ങളിൽ നിന്നും പട്ടിളപ്പാളിൽ നിന്നും മറ്റ് ചില കാര്യങ്ങളിലേക്ക് കൂടി വിവരങ്ങൾ വരികയാണ്. അഷ്ടദിക്പാലകരുടെ വിഗ്രഹം എവിടെ എന്ന ചോദ്യം ഉയരുന്നു. ഇപ്പോൾ ശില്പി മഹേഷ് പണിക്കരാണ് ഇപ്പോൾ